ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ക്യാരറ്റും കൊണ്ട് ഹൽവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ലത് റെഡ് ക്യാരറ്റ് ആണ്, ഓറഞ്ചിനെക്കാട്ടി തണുപ്പ് സമയത്ത് കിട്ടുന്ന ക്യാരറ്റ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിനെ ചെറുതായിട്ട് ഗ്രേറ്ററിനകത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇട്ട് അതിനകത്ത് നിരപ്പിന് പാല് ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കണം. കൂടെ നിന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ചൂടാക്കി എടുക്കാൻ. ഒരുപാട് തീയിട്ടാൽ ചിലപ്പോഴും അതിൻ്റെ അടിയിൽ പാത്രത്തിന് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ അത് ഇളക്കി കൊടുത്ത് അതിനെ വേവിച്ച് ആ പാലിനകത്ത് നമുക്ക് പറ്റിച്ചെടുക്കണം. അപ്പം അതിനാവശ്യമായിട്ട് ആദ്യം നല്ലോണം ഇളക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ടതിന് ശേഷം കുറേശ്ശെ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കൂടെ നിന്ന് ഇളക്കിയെടുത്ത് പറ്റിച്ചെടുക്കണം അതിനെ. പിന്നെ നമുക്ക് അതിന് ആവശ്യമായിട്ട് നെയ്യ് ഒഴിച്ചൊഴിച്ച് വേണം അതിനെ പറ്റിച്ചെടുക്കാൻ പാലിനകത്ത്. അപ്പം നെയ്യ് ഒഴിക്കുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി എടുത്തുകൊണ്ടിരിക്കണം. ഇത് തയ്യാറാവുന്നതിന് നമുക്ക് ഏകദേശം 30 മിനിറ്റോളം സമയം എടുക്കും. അത്രയും സമയം നമ്മൾ നന്നായി ഇളക്കി എടുത്തുകൊണ്ടിരിക്കണം. പിന്നെ അത് നെയ്യ് ഇടുന്നതനുസരിച്ച് അത് തിളച്ച് പറ്റിക്കൊള്ളും. പിന്നെ നമുക്കത് പറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലാക്കി സൂക്ഷിച്ച് വെക്കാം. പുറത്ത് വെച്ചാൽ നമുക്ക് 2 ദിവസം ഉപയോഗിക്കാം, 2-3 ദിവസത്തേക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒരാഴ്ച വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ക്യാരറ്റ് കിട്ടുവാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.